ഇന്ന് നമ്മുടെ PSC സ്റ്റഡി വ്ളോഗിൻ്റെ 7th ഡേ ആണ്. എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. കുറേ പേരുടെ വിചാരമാണ് ഈ കല്യാണം കഴിയാത്ത വീട്ടിൽ നിന്ന് പഠിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, 24 മണിക്കൂർ ഇരുന്ന് പഠിക്കാമെന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ല ഗൈസ്. നമ്മൾ ഒരു ജോയിൻറ്റ് ഫാമിലിയിലും കൂടെ ആണെങ്കിൽ ഇവരൊന്നും ചെയ്യുന്ന ജോലികൾ തന്നെയാണ് നമ്മളും ചെയ്യാനുള്ളത്. രാവിലെ തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മളവരെ ഹെൽപ്പ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും അവിടെ ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാത്തിനും പുറത്ത് ജോലി അകത്ത് ജോലി എല്ലാ ജോലിയും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഇൻലോസൊക്കെ ഉള്ളൊരു വീടാണെങ്കിൽ പിന്നെ അവരുടെ കുട്ടികൾ നമ്മളെ കുട്ടികളെ പോലെ തന്നെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ജന്മം കൊടുത്തില്ലെങ്കിൽ നമ്മളവരുടെ അമ്മമാരെ പോലെ തന്നെയാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് അതവിടെ ഇരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കേണ്ട പോകുന്നത് SCRT പഴയ SCRT കുറച്ചാൽ നോക്കി, പുതിയ SCRT നോക്കിയിട്ട് എല്ലാറിയാത്ത പോയിൻറ്റ്സൊക്കെ എഴുതി വെച്ചു. പിന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ PYQ നോക്കി പഠിക്കണം. PYQ ക്വസ്റ്റ്യൻസ് ചെയ്യണം. എന്നിട്ട് അറിയാത്ത സാധനങ്ങൾ നമ്മൾ എഴുതി വെക്കണം. എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് റിവൈസ് ചെയ്യണം. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീണ്ടും കുറച്ച് ടോപ്പിക്സ് അല്ലാത്ത നമ്മൾ ഓരോ ടോപ്പിക്സ് നോക്കിയിട്ടുണ്ട്. പിന്നെ റീഫോക്കസ് നോക്കിയിട്ടുണ്ട് NCERT അത്. അപ്പോൾ പിന്നെ ഭരണഘടനാ ടോപ്പിക്കുകൾ കുറച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളെപ്പോഴും ബിസി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ബിസി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ സമയമില്ലയെന്ന് കരുതിയിട്ട് നമ്മൾ കൂടുതൽ പഠിക്കാൻ നോക്കും. സമയം ഒത്തിരി കിട്ടിയാൽ അതും ഒരു കുഴപ്പമാണ് ഗൈസ്. അപ്പോൾ 8th ഡേ കാണാം. ബൈ.